വെൽക്കം ടു മൂവി ബ്രാൻഡ്. കഴിഞ്ഞ ദിവസമായിരുന്നു നടി ഹണി റോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണൂർ 6 ദിവസങ്ങളോളം ജയിലിൽ കിടന്നതിന് ശേഷം ജയിൽ മോചിതനായത്. ഏറെ നാടകീയ നീക്കങ്ങൾക്ക് ശേഷമായിരുന്നു ജയിൽ മോചനം. നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിട്ടും ബോബി ജയിലിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം നേരിട്ട് കോടതി ഇടപെട്ട് ബോബിയുടെ ജാമ്യം റദ്ദാക്കുമെന്ന മുന്നറിയിപ്പ് അടക്കം നൽകി. ഒടുവിൽ കോടതിയോട് മാപ്പ് അപേക്ഷിച്ചതിന് ശേഷമാണ് ജയിലിൽ നിന്നും പുറത്തെത്തിയത്. ഇപ്പോഴിതാ ബോബിയുടെ ഈ നീക്കത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ബോബി ചെമ്മണ്ണൂരിനോട് പ്രത്യേക വൈരാഗ്യമോ ഹണി റോസിനോട് പ്രത്യേക മമതയോ ഒന്നും തന്നെയില്ല. പൊതുവേദിയിൽ സ്ത്രീകളെ അപമാനിക്കുന്നതിനോടാണ് തന്റെ എതിർപ്പ്. നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിച്ചില്ലെങ്കിലും അധിക്ഷേപിക്കാതിരിക്കുക. വൈകുന്നേരം 4:30 ജയിലിന് പുറത്തിറങ്ങിയ ബോച്ചയെ വരവേൽക്കാൻ വലിയൊരു PR സംഘം അണിനിരന്നിരുന്നു. PR വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ കുറച്ച് ജോലിക്കാരെയും സ്ത്രീകളെയും കുറച്ച് ബംഗാളികളെയും കൊണ്ടു നിർത്തി അവരുടെയൊക്കെ കൈകളിൽ പൂമാലകളും പടക്കങ്ങളും ബൊക്കെകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അവർ പണം കൊടുത്ത് വാങ്ങില്ലെന്ന് ഉറപ്പല്ലേ? അവിടെയും അവർ നിയമത്തെയും കോടതിയെയും വെല്ലുവിളിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ജാമ്യം ലഭിച്ചിട്ടും അദ്ദേഹം ഇന്നലെ പുറത്തിറങ്ങാൻ തയ്യാറായില്ല. ജാമ്യം ലഭിച്ചിട്ടും പണം അടയ്ക്കാൻ കഴിയാതെ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത പലരുമുണ്ട്. അവരുടെ കൂടി കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടേ ഞാനും ഇറങ്ങുകയുള്ളൂ എന്നാണ്. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ഈ മണ്ടത്തരത്തിന്റെ ഭവിഷ്യത്ത് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ഇത്തരം കോപ്രായങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷം ബോബിയുടെ അഭിഭാഷകരോട് ഹൈക്കോടതി രാവിലെ ഹാജരാകാൻ നിർദ്ദേശിച്ചു. ഈ സാഹചര്യത്തിലാണ് അയാൾ മിന്നൽ വേഗത്തിൽ പുറത്തിറങ്ങിയത്. ബോച്ചെ ഉദ്ദേശിച്ച രീതിയിൽ നാടകം കളിക്കാൻ സാധിച്ചില്ല. രാവിലെ കോടതിയിൽ ഹാജരായ വക്കീലന്മാരോട് രൂക്ഷമായി കോടതി പ്രതികരിച്ചു. ജാമ്യം നൽകാൻ കഴിയുമെങ്കിൽ അത് റദ്ദാക്കാനും കോടതിക്ക് കഴിയുമെന്ന് കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. കോടതി വീണ്ടും പറഞ്ഞു, റിമാൻഡ് തടവുകാരെ സഹായിക്കാൻ ബോബി ആരാണ്? ഇവിടെ കോടതിയില്ലേ എന്ന്. മാധ്യമ ശ്രദ്ധ നേടാനാണോ ഈ പെരുമാറ്റം എന്നും കോടതി ചോദിച്ചു. മുതിർന്ന അഭിഭാഷകനെ പോലും ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചെന്ന് കോടതി പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് കേസെടുത്തപ്പോൾ ബോച്ചെ കോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷിച്ചു. ഇനി താൻ തെറ്റ് ആവർത്തിക്കില്ലെന്നും ബോബി ചെമ്മണ്ണൂർ കോടതിയോട് പറഞ്ഞു. ഒടുവിൽ കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ നിരുപാധികം സ്വീകരിച്ചു. ബോബി ജയിലിന് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ജയിലിന് മുന്നിൽ തന്നെ കാണാൻ വന്നത് ആരാണെന്ന് അറിയില്ലെന്നും ആരും വരരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നു എന്നുമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുലും കൂട്ടരും പറയുകയുണ്ടായി അദ്ദേഹത്തിന് വൻ സ്വീകരണം നൽകി വരവേൽപ്പ് ഉണ്ടാകുമെന്ന്. കോടതിയെയും നിയമവ്യവസ്ഥയെയും ചൊടിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തികളെ കുറിച്ച് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത്തരക്കാർ തന്നെയാണ് ദിലീപിനെയും കുടിയിൽ കൊണ്ട് ചാടിച്ചത്. ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഈ PR വർക്ക് കൊണ്ട് ദോഷമല്ലാതെ ഗുണമൊന്നുമില്ലെന്ന് എന്നുമാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത്. ഹണി റോസിനെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അപമാനിച്ചത് ന്യായീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു താക്കീത് മാത്രം നൽകിയാൽ മതിയായിരുന്നുവെന്നാണ് ചിലരുടെ കമന്റ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിക്കുക. കാലങ്ങൾക്ക് ശേഷം പ്രതികരിക്കുന്ന രീതി ശരിയല്ല. രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുകളുണ്ട്. എന്നാലും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ബോച്ചെ മാത്രമെന്നുമാണ് പലരും കമന്റ് ചെയ്തത്.